ഒളിമ്പിക്സ് ടെന്നീസിലെ ക്ലാസിക് പോരാട്ടത്തിൽ ജോക്കോവിച്ചിന് ജയം. റാഫേൽ നദാലിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ജോക്കോവിച്ച് തകർത്തത്. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് റാഫി കരീം ചേരുകയാണ്. മുഹമ്മദ് റാഫി, വലിയ ആവേശത്തോടെയാണ് നദാലിൻ്റെയും ജോക്കോവിച്ചിൻ്റെയും പോരാട്ടത്തെ കണ്ടത്. നദാലാകട്ടെ 14 തവണ കിരീടം നേടിയ ഒരു മണ്ണാണ് ഫ്രഞ്ച് ഓപ്പണിൻ്റെ മണ്ണായ റോളാൻ ഗാരോസ്. അവിടെ തന്നെ ജോക്കോവിച്ചിനോട് തോൽക്കുന്നു. റുജീഷ്, തീർച്ചയായും. കാരണം റോളൻ ഗാരോസിന്റെ ആ ഒരു കളിമൺ കോർട്ടിലെ രാജാവ് എന്നാണ് നദാലിന്റെ വിളിപ്പേരുള്ളത്. ആ നദാലിനെയാണ് റോളൻ ഗാരോസിന്റെ കളിമൺ കോർട്ടിൽ ജോക്കോവിച്ച് നേരിട്ടുള്ള സെറ്റുകൾക്ക് സർവാധിപത്യത്തോടെ തോൽപ്പിച്ചത്. ഈ സെറ്റിന്റെ സ്കോർ പറയുകയാണെങ്കിൽ 6-1, 6-4 എന്ന സ്കോറിനായിരുന്നു ജോക്കോവിച്ചിന്റെ വിജയം. റാഫേൽ നദാലിന് ഒരു സെറ്റിലും കാര്യമായ മുൻതൂക്കം നൽകാതെയുള്ള ഒരു ആധിപത്യത്തോടുള്ള വിജയമാണ് ജോക്കോവിച്ച് സ്വന്തമാക്കിയത്. ഏതായാലും 31ാമത്തെ വിജയമാണ് നദാലിനെതിരെയുള്ള 31ാമത്തെ വിജയമാണ് റോളൻ ഗാരോസിൽ ജോക്കോവിച്ച് നേടിയത്. നദാലിനെ ആദ്യമായി ജോക്കോവിച്ച് തോൽപ്പിക്കുന്നത് 2006 റോളൻ ഗാരോസിൽ വെച്ചാണ്. അത്തരത്തിൽ വലിയ ഒരു ചരിത്രം കൂടി പറയുന്ന വലിയ വിജയമാണ് ജോക്കോവിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 38 വയസ്സുകാരനായ റാഫേൽ നദാലിന്റെ അവസാന ഒളിമ്പിക്സ് ആയിരിക്കും പാരീസിലേത് എന്നുള്ള തരത്തിൽ സൂചനകളുണ്ടായിരുന്നു. ഇനിയൊരു ഒളിമ്പിക്സ് മത്സരത്തിന് റാഫേൽ നദാൽ ഉണ്ടാകില്ല എന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ റാഫേൽ നദാലിന്റെ ഫോമും ഈ ഒളിമ്പിക്സ് മത്സരം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം വേദിയായ ഫ്രഞ്ച് ഓപ്പൺ മത്സരങ്ങൾ നടക്കുന്ന റോളൻ ഗാരോസ് ആയതും റാഫേൽ നദാലിന് അനുകൂലമായിരുന്നു. ഇത്തരത്തിൽ റാഫേൽ നദാലിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു ഒളിമ്പിക്സ് മത്സരത്തിലാണ് ജോക്കോവിച്ചിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ തോൽവിയോടുകൂടി സിംഗിൾസിലെ റാഫേൽ നദാലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഡബിൾസിൽ കാർലോസ് അൽക്കാരസിനൊപ്പം റാഫേൽ നദാലിന് മത്സരങ്ങളുണ്ട്. ഇനി ഡബിൾസിൽ സ്വർണം മെഡൽ നേട്ടം പ്രതീക്ഷിച്ച് റാഫേൽ നദാലിന് മുന്നോട്ട് പോകാം. ശരി റാഫി, എന്തായാലും ഫൈനൽ പോരാട്ടത്തിലേക്ക് വരേണ്ട തരത്തിലുള്ള ഒരു ക്ലാസിക് പോരാട്ടമാണ് 2ാം റൗണ്ടിൽ അരങ്ങേറേണ്ടി വന്നത്. എന്തായാലും നദാലിനെ തോൽപ്പിച്ച് ജോക്കോവിച്ച് 3ാം റൗണ്ട് ഉറപ്പിച്ചിരിക്കുന്നു.